ഒരു മാസം മുൻപാണ് നേര്യമംഗലം സ്വദേശിയായിട്ടുള്ള യുവതി നിവിൻ പോളിയും ഒരു സംഘം ആളുകളും തന്നെ ദുബായിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയത്. അതേ മണിക്കൂറിൽ തന്നെ നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ ഒരു ആരോപണം നിഷേധിച്ചു. താൻ ആ സമയത്ത് കേരളത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു, ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് യുവതി പറയുന്നത് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നടനും തനിക്കെതിരെ ഈ യുവതി ഗൂഢാലോചന നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൗണ്ടർ പരാതി നൽകിയിട്ടുണ്ട്. ആ രണ്ട് കേസുകളും ഇപ്പോൾ പോലീസ് തുടർ നടപടി എടുത്തിരിക്കുകയാണ്. പോത്താനിക്കാട് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേര്യമംഗലം യുവതിയുടെ പരാതിയിൽ. അതേ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് SP ഐശ്വര്യ ഡോങ്കറയാണ് അന്വേഷണ ഉദ്യോഗസ്ഥ. അവരാണിപ്പോൾ രണ്ട് കേസിലും നിവിൻ പോളിയെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമായി വിളിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും നിവിൻ പോളി അഭിഭാഷകൻ വഴി അന്വേഷണ സംഘത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് യുവതി ആരോപിക്കുന്ന ഈ പീഡനം നടന്നിരിക്കുന്നത്. ആ കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. നിർമ്മാതാക്കളടക്കം 1ഉം 2ഉം പ്രതികളായിട്ടുള്ള കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ആ കേസിൽ തനിക്ക് ഒരു ബന്ധവുമില്ല. യുവതി ആരോപിക്കുന്ന ദിവസങ്ങളിൽ, പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ താൻ കൊച്ചിയിൽ